ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരും കാത്തിരുന്ന റിയൽമിയുടെ P1 സീരീസ് ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ചെറിയ ജലദോഷമുണ്ട്, അതാണ് സൗണ്ട് ഇങ്ങനെ മാറിയിരിക്കുന്നത്. റിയൽമി P1ഉം റിയൽമി P1 പ്രോയും. റിയൽമി P1നെ കുറിച്ച് പറയുകയാണെങ്കിൽ 16,000 പ്രൈസ് റേഞ്ചിലാണ് റിയൽമി P1 വരുന്നത്. റിയൽമി P1 പ്രോ ആണെങ്കിൽ 22,000 പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് ഫോണിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. റിയൽമി P1ലാണെങ്കിൽ മീഡിയടെക് ഡിമെൻസിറ്റി 7050 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ P1 പ്രോയിലാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ P1ലാണെങ്കിൽ അൾട്രാവൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടില്ല. P1 പ്രോയിൽ അൾട്രാവൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ് ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. റിയൽമി P1 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഫോണാണ്. അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻസ് ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. റിയൽമി P1ലാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും കൊടുത്തിട്ടുണ്ട്. 2000 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ് റിയൽമി P1ൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ P1 പ്രോയിലേക്ക് വരുമ്പോൾ അത് കർവ്ഡ് ഡിസ്പ്ലേ ആവും. അതുപോലെ ഈ ഒരു ഫോണിൽ, അതായത് റിയൽമി P1 എന്ന് പറയുന്ന ഫോണിൽ മിനി ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഫീച്ചർ കൊടുത്തിട്ടുണ്ട് ആസ് യൂഷ്വൽ. അതായത് ഐഫോൺസിലെ ഡൈനാമിക് ഐലൻഡ്, അത് റിയൽമിയിലേക്ക് വരുമ്പോൾ മിനി ക്യാപ്സ്യൂൾ, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഫോണിൽ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് 188 ഗ്രാമാണ്. അതുപോലെ ഈ ഒരു ഫോണിൽ IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 9 5G ബാൻഡ്സ് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ വരുന്ന കളർ വേരിയൻസ് എന്ന് പറയുന്നത് പീക്കോ ഗ്രീൻ, ഫിനിക്സ് റെഡ് എന്ന് പറയുന്ന രണ്ട് കളർ വേരിയൻസിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ റിയൽമി P1 എന്ന് പറയുന്ന ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് 16,000 പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ ആ ഒരു പ്രൈസിന് അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇനി സ്റ്റോറേജ് കാര്യം നോക്കുകയാണെങ്കിൽ LPDDR4Xന്റെ റാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 6GB 128GB 8GB 256GB എന്ന രണ്ട് വേരിയൻസിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു ഫോണിൽ എക്സ്റ്റൻഡഡ് റാം എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ റെയിൻ വാട്ടർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഫീച്ചർ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ VC കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതായത് ഫോൺ ഹീറ്റ് ഒക്കെ ആവാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. സ്റ്റോറേജ് ടൈപ്പ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രോസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ Android 14 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി UI സോഫ്റ്റ്വെയർ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മീഡിയടെക് ഡിമെൻസിറ്റി 7050 എന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ 2 years സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 3 years സെക്യൂരിറ്റി അപ്ഡേറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. മീഡിയടെക് ഡിമെൻസിറ്റി 7050 എന്ന് പറയുന്ന പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയും 2 മെഗാപിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറും. എന്നാൽ P1 പ്രോയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ ഒരു മെയിൻ ക്യാമറ സെൻസറും 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാവൈഡ് ആംഗിളും, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. റിയൽമി P1ലും റിയൽമി P1 പ്രോയിലും 16 മെഗാപിക്സലിന്റെ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം സെയിം തന്നെയാണ്. അത്യാവശ്യം നല്ല ക്യാമറയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ അൾട്രാവൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടില്ല. പക്ഷെ P1 പ്രോയിൽ അൾട്രാവൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്, അതാണ് വ്യത്യാസമേ ഉള്ളൂ. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതുപോലെ 45 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ഫോണിന്റെ പ്രൈസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 6GB 128GB പ്രൈസ് വരുന്നത് 15,999 ആണ്. അതുപോലെ 8GB 256GB പ്രൈസ് വരുന്നത് 18,999 ആണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ റിയൽമി P1 5G എന്ന ഫോണിൽ അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്.
ഓവറോൾ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ വാല്യൂ ഫോർ മണി ഫോൺ ആണെന്ന് പറയാം. അതായത് റിയൽമി 12X 5Gയുടെ ഒരു അപ്ഗ്രേഡഡ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത്യാവശ്യം നല്ലൊരു ഫോണാണ്. ഒരു 18,000 താഴെ നല്ലൊരു 5G ഫോൺ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് റിയൽമി P1 5G എന്ന് പറയുന്ന ഒരു ഫോൺ. അതായത് റിയൽമി P1 5G എന്ന് പറയുന്ന ഫോൺ അത്യാവശ്യം നല്ലൊരു ഫോണാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം വാല്യൂ ഫോർ മണിയാണ്. അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഒക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. ഇനി P1 പ്രോയിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം സെയിം സ്പെസിഫിക്കേഷൻസ് ഒക്കെ തന്നെയാണ് P1 പ്രോയിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. റിയൽമി P1 പ്രോയിൽ സ്പെസിഫിക്കേഷൻസ് ഫീച്ചേഴ്സും നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. മറ്റേ റിയൽമി P1 പോലെ തന്നെ 2000 ഹെർട്സ് പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയൽമി P1 ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിരുന്നു, പക്ഷെ ഇവിടെ വരുമ്പോൾ അത് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. പിന്നെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2160 ഹെർട്സിന്റെ PWM ഡിമ്മിങ് എന്ന ഫീച്ചർ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിയൽമി P1 പോലെ ഇവിടെയും മിനി ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് ഐഫോണിലെ ഡൈനാമിക്കയിലും തന്നെയാണ് സെയിം. അത് തന്നെ റിയൽമി വരുമ്പോൾ മിനി ക്യാപ്സ്യൂൾ, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് 186 ഗ്രാം ആണ്. റിയൽമി P1 കൊടുത്തിരുന്നത് 188 ഗ്രാം ആണ് വെയിറ്റ്. പിന്നെ ഈ ഒരു ഫോണിൽ IP65 റേറ്റിംഗും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിയൽമി P1 IP54 റേറ്റിംഗ് ആയിരുന്നു. അതുപോലെ റിയൽമി P1 പോലെ ഞാൻ 5GB ബാൻസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ എയർ ജസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ റെയിൻ വാട്ടർ ടച്ച് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3D VC കൂളിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഫോൺ ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ഇനി ഈ ഒരു ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല. റിയൽമി P1 കൊടുത്തിട്ടുണ്ട്, പക്ഷെ റിയൽമി P1 പ്രോയിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. റിയൽമി P1 പ്രോ എന്ന് പറയുന്ന ഫോണിൽ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ ഈ ഒരു ഫോണിന്റെ കളർ വേരിയൻസ് വരുന്നത് പാരറ്റ് ബ്ലൂ, ഫീനിക്സ് റെഡ് എന്ന 2 കളർ വേരിയൻസിലാണ് റിയൽമി P1 പ്രോ എന്ന് പറയുന്ന ഈ ഒരു ഫോൺ വരുന്നത്. ഇനി സ്റ്റോറേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 8GB 128GB 8GB 256GB എന്ന 2 വേരിയൻസിലാണ് വരുന്നത്. അതുപോലെ LPDDR4X റാമാണ് കൊടുത്തിരിക്കുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എക്സ്റ്റൻഡഡ് റാം പോലുള്ള ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രോസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന് പറയുന്ന പ്രോസസറാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി UI സോഫ്റ്റ്വെയർ ആണ്. 2 years സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 3 years സെക്യൂരിറ്റി അപ്ഡേറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാം ഈ ഒരു പ്രോസസർ. കാരണം ഇതിനേക്കാൾ പ്രൈസ് കുറഞ്ഞിട്ട് വിവോ T3X 5G എന്ന് പറയുന്ന പുതിയൊരു ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോൺ ഇതിനേക്കാൾ നല്ല സ്പെസിഫിക്കേഷൻസും കൊടുത്തിട്ടുണ്ട്, പ്രൈസും കുറവാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോസസർ ആണെന്ന് പറയാം ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 മെഗാപിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ P1 പോലെ തന്നെയാണ് സെയിം 5000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പ്രൈസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 8GB 128GB പ്രൈസ് വരുന്നത് 21,999 ആണ്. ഇനി 8GB 256GB പ്രൈസ് വരുന്നത് 22,999 ആണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ റിയൽമി P1 പ്രോ എന്ന് പറയുന്ന ഫോൺ അത്ര നല്ല ബെറ്റർ ഓപ്ഷൻ അല്ല. വേറെ ഓപ്ഷൻ നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ തന്നെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് റിയൽമി 12+, റിയൽമി നാർസോ 70 Pro 5G, അങ്ങനെ റിയൽമിയുടെ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അല്ലാതെ വേറെ ഓപ്ഷൻസ് ഉണ്ട്, അതായത് IQ Z9, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. റിയൽമി P1 പ്രോ ഈ 2 ഫോൺസിലും ബെറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടും 2 പ്രൈസ് റേഞ്ചിലാണ്. പക്ഷേ
16,000 പ്രൈസ് റേഞ്ചിൽ ബെറ്റർ എന്ന് പറയുന്നത് റിയൽമി P1 ആണ്. റിയൽമി P1 എന്ന് പറയുന്നത് ഒരു വാല്യൂ ഫോർ മണിയാണ്. പക്ഷെ റിയൽമി P1 Pro എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണിയല്ല. ആ ഒരു ഫോൺ എടുക്കാത്തതാണ് നല്ലത്. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഫോൺ ഓപ്ഷൻസ് ഉണ്ട്. കാരണം റിയൽമിയുടെ തന്നെ വേറെ ഫോൺ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ മറ്റുള്ള ബ്രാൻഡിന്റെയും വേറെ ഫോൺ ഓപ്ഷൻസ് ഉണ്ട്. 16,000 പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഫോൺ വേണമെങ്കിൽ റിയൽമി P1 എന്ന് പറയുന്നൊരു ഫോൺ എടുക്കാം. റിയൽമി P1 Proയ്ക്ക് പകരം വേറെ ഓപ്ഷൻസ് നോക്കാവുന്നതാണ്. റിയൽമി P1 വാല്യൂ ഫോർ മണിയാണ്, എടുക്കാം. കാരണം അത്യാവശ്യം നല്ല ഗെയിമിംഗ് ഫോണാണ്, കുഴപ്പമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്രോസസർ കൊടുത്തിട്ടുണ്ട്. ക്യാമറയും അത്യാവശ്യം കുഴപ്പമില്ല. P1 Proയിലേക്ക് വരുമ്പോൾ അത്ര നല്ല അപ്ഗ്രേഡഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഫീച്ചേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. വാല്യൂ ഫോർ മണിയല്ല. ഇത് താല്പര്യമുള്ളവർക്ക് എടുക്കാം. ഞാൻ പേഴ്സണലി റിയൽമി P1 Pro റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ഫോണിലും പ്രൈസ് റേഞ്ച് വൈസ് റിയൽമി P1 ആണ് ബെറ്റർ. ഞാൻ P1 റെക്കമെൻഡ് ചെയ്യും, പക്ഷെ P1 Pro റെക്കമെൻഡ് ചെയ്യില്ല. പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ താല്പര്യമുള്ളവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് വേറെ ഫോൺ ഓപ്ഷൻസ് നോക്കാം. P1 അത്യാവശ്യം നല്ല ഫോണാണ്, നല്ല അത്യാവശ്യം സ്പെസിഫിക്കേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോൺ ചില ഓഫ്ലൈൻ ഷോപ്പിലും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് പോയി എടുക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്യുക.